ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പോർഷൻ എന്നുള്ളത് ബ്രാൻഡിങ് ആണ്. ചില കാര്യങ്ങൾ ആ മൈൻഡ് സെറ്റിൽ കൊള്ളുക. ഞാൻ എവിടെയൊക്കെ സ്റ്റക്ക് ആവുന്നുണ്ടോ അവിടെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പല സീനിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഏതോ ഒരു പോയിന്റിൽ ഒരു സ്പാർക്ക് കിട്ടേണ്ട ആൾക്കാർ. സീനിയർ ഡിസൈനർ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പോയിന്റ്. എനിക്ക് കിട്ടിയൊരു ടേണിംഗ് പോയിന്റ് ഹാക്കയുടെ ബ്രാൻഡിങ് ഓൺലൈൻ കോഴ്സിൽ ഉണ്ടായിട്ടുണ്ട്. ഹായ്, സോ നമ്മുടെ കൂടെ ബ്രാൻഡിങ് ആൻഡ് ഐഡൻറ്റിറ്റി ഡിസൈൻ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഹംദ് ഇവിടെ ഉണ്ട്. ആൻഡ് ഹംദ് കറൻ്റ് വർക്കിംഗ് ആണ്. ആൻഡ് ലെറ്റ് ഹംദ് ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ്. ഓക്കെ, ഇറ്റ്സ് മീ ഹംദ്. ഐ എം ഫ്രം കടലുണ്ടി. ഒരു 1.5 വർഷമായിട്ട് ഈ ഒരു ഗ്രാഫിക് ഡിസൈൻ എന്നുള്ളൊരു ജേണി തന്നെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരാളാണ്. അപ്പം ഉള്ള സ്കില്ല് അപ്സ്കെയിൽ ചെയ്യാം. അതായത് നമുക്കറിയാം ഡിസൈനർ എന്നുള്ള നിലയിൽ ഏറ്റവും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പോർഷൻ എന്നുള്ളത് ബ്രാൻഡിങ് ആണ് ഒബ്വിയസ്ലി. ഐ തിങ്ക് അപ്പം ഒരുപാടായി ഈ ഒരു ബ്രാൻഡിങ് സ്റ്റേജിലോട്ട് കയറണം എന്നുള്ള ഉദ്ദേശിക്കുന്നത്. പിന്നെ ടൈമിൻ്റെ ഒരു പ്രശ്നം ഡിസൈനർ ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കും. അപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ തന്നെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു സന്ദർഭം വന്നു. ഓൺലൈനിൽ ഏതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ളത് ഡിസ്കസ് ചെയ്തു, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തു, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളോട് ഡീപ്പായിട്ട് ചോദിച്ചു. അങ്ങനെ ഇതടക്കം ഈ ഒരു ഏജൻസി അടക്കം ഒരുപാട് ഏജൻസികളെ ആഡ് വന്നിരുന്നു. അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് ഫൈനൽ ആക്കിയിട്ടുള്ളതാണ്. ഡിസൈനറായിട്ട് 1.5 years വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീലാൻസർ ആയിരുന്നു. യെസ്, ആസ് എ ഫ്രീലാൻസർ. അപ്പോൾ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് വർക്ക് ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് ടൈമില്ലാതെ. അങ്ങനെ പറയുന്നില്ല. ഞാൻ സത്യത്തിൽ ഓൺലൈൻ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഓഫ്ലൈനായിട്ട് തന്നെ വർക്ക് ചെയ്യണമെന്ന് അല്ല, ഓഫ്ലൈനായിട്ട് തന്നെ എക്സ്ട്രാ പഠിക്കണം, എഫേർട്ട് എടുത്തിട്ട് ബ്രാൻഡിങ്ങിനെ കുറിച്ച് ഡെപ്തായിട്ട് പഠിക്കണം എന്ന് ആലോചിച്ചിരുന്ന ആളാണ്. നമുക്ക് നമ്മളെ ക്ലാസ്സിലുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്ത സമയത്ത് അതിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര ടാലൻറ്റഡ് ആയിരിക്കും, ഭയങ്കരമായിട്ട് ടൂൾ നോളജ് ഉണ്ടാവും. ലൈക്ക് ഇലസ്ട്രേറ്ററൊക്കെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരിക്കും. ലൈക്ക് ഡിജിറ്റലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലോഗോ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ ക്വിക്ക് ഐഡിയാസ് വന്നിട്ട് പെട്ടെന്ന് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷേ അറ്റ് സം പോയിന്റ് അവർ അവിടെ സ്റ്റക്കായി പോയിട്ടുണ്ടാവും. ലൈക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയണ്ടാവില്ല. ലൈക്ക് എല്ലാ ഡിസൈനേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ഇറയാണത്. ലൈക്ക് ഒരു 1 to 2 years ഭയങ്കര അടിപൊളിയായിട്ട് അവർ സ്പെൻഡ് ചെയ്തിട്ട് ആൻഡ് അറ്റ് സം പോയിന്റ് ഇവർ സ്റ്റക്കാവും. ലൈക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മേ ബി ഒരു 2 years ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ദെൻ ബൂം, സഡൻ സ്റ്റോപ്പ് വരികയാണ്. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് അറിയില്ല. പക്ഷേ ഹംദാൻ ഏതോ ഒരു പോയിന്റിൽ അത് ക്രാക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ അങ്ങനെയുള്ള ആളുകളോട് ഈ ടൂള് അടിപൊളിയായിട്ട് മാസ്റ്റർ ചെയ്തിട്ടുള്ള എന്നാൽ സ്റ്റക്ക് ഫീൽ ചെയ്യുന്ന ആളുകളോട് ഹംദാൻ എന്താ പറയാനുള്ളത്? പിന്നെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആളുകളോട് അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഡിസൈൻ റിലേറ്റഡ് മാക്സിമം ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ എനിക്ക് കിട്ടിയൊരു ടേണിംഗ് പോയിൻ്റ് ഹാക്കയുടെ ബ്രാൻഡിങ് ഓൺലൈൻ കോഴ്സിൽ ഉണ്ടായിട്ടുണ്ട്. ഷഫിൾ എന്ന് പറയുന്നൊരു പ്രോഗ്രാം വെച്ചിരുന്നു. അതിൽ മെൽവിൻ തമ്പി, ഐ തിങ്ക് അറൗണ്ട് 1 hour ക്ലാസ്, 1 hour സെഷൻ, അതിൽ പറഞ്ഞ എനിക്ക് പോയിൻ്റ് കൊണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിസൈനർ, അതായത് ഏറ്റവും ഗുഡായിട്ടുള്ള ഡിസൈനർ എന്ന് പറയുന്നത് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഡിസൈനർ എന്തൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടോ അതൊക്കെ ക്ലിയറായിട്ട് ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ബെസ്റ്റായിട്ടുള്ള ഡിസൈനർ എന്നൊരു പോയിൻ്റ് അന്ന് പറഞ്ഞിരുന്നു. അത് കറക്റ്റായിട്ട് കൊണ്ടിരുന്നു. ഞാൻ എവിടെയൊക്കെ സ്റ്റക്ക് ആവുന്നുണ്ടോ അവിടെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പല സീനിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ സ്റ്റക്ക് ആവുന്നുണ്ടോ അപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ മുന്നിൽ ഒരു ഡിസൈനർ, അതായത് ഒരു സീനിയർ ഡിസൈനർ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പോയിന്റ്. അതും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും ഗുഡായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന സീനിയറാണ് ദാറ്റ്സ് ബെസ്റ്റ്. അത് ഞാൻ ഇപ്പം കറക്റ്റായിട്ട് വേൾഡ് ഹാപ്പിനെസ് കോഡിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സീനിയേഴ്സിൻ്റെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇത്ര തന്നെ ചോദിച്ചാൽ അതനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളും ഈ ഒരു പരിപാടി ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞാനവിടെ ഉണ്ടായിരുന്നു. എൻ്റെ സ്റ്റക്ക് പോയിന്റ്സിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് മെൻറ്റേഴ്സാണ്. ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മെൻറ്ററായിട്ടുള്ള നബാർ ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെയുള്ള എല്ലാവരും മെൻറ്റേഴ്സായിട്ട് ആരെങ്കിലുമൊക്കെ ഒരാളുണ്ടാവും, ഏതെങ്കിലും ഒരു സീനിയർ അവിടെ ഉണ്ടാവും.
ആൻഡ് ഈ പറഞ്ഞ പോലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആൾക്ക് ഇയാൾ ഏത് നേരം എത്ര ഡൗട്ട് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഈ ഒരു ഡിസൈന് ലൈക്ക് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നൊരു കെമിസ്ട്രി ഉണ്ട്. ലൈക്ക് ഒരു വെരി സീനിയർ ആയിട്ടുള്ള ഒരാൾ എന്ത് ഡൗട്ടും പറഞ്ഞു കൊടുക്കാൻ റെഡി ആയിട്ടുള്ള ഒരാൾ ജൂനിയർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് ഇയാളുടെ ഒരു ഗ്രോത്ത് വെരി പൊട്ടൻഷ്യൽ, ഇയാളുടെ എല്ലാ ആസ്പെക്റ്റും പുറത്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇയാളെ ട്രാൻസ്ഫോം ചെയ്യുമെന്നുള്ളത് ഈ ഒരു ഫോർമുല തന്നെയാണ് നമ്മളെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഫാൻ ബ്രോനോടാണെങ്കിലും നബാൻ ബ്രോനോടാണെങ്കിലും ഫഹീം ബ്രോനോടാണെങ്കിലും എല്ലാവരോടും ഞാൻ പേഴ്സണലായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ ആരോടെങ്കിലും ചോദിക്കും. ആരെങ്കിലും ബിസി ആണെങ്കിൽ അടുത്ത ആളോട് ചോദിക്കും. ആരെങ്കിലും വഴി എനിക്കത് ക്രാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അതാണ് ഏറ്റവും ഒരു ബെസ്റ്റായിട്ടുള്ള റൂട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ലൊരു സീനിയറെ ക്രിയേറ്റ് ചെയ്യുക, അവരോട് ഡൗട്ട് ചോദിച്ച് സെറ്റാക്കുക. മെന്റർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ അതെ അതെ. സ്റ്റക്ക് ആവുന്ന പോയിന്റിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു റൈറ്റ് മെന്റർഷിപ്പ് എടുക്കുക എന്നുള്ളത് അത് ആരെങ്കിലും ആയിരിക്കാം. മേ ബി ഈ പറഞ്ഞ പോലെ മെൽവിൻ തമ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഷഫിള് നടത്താൻ നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ ഇൻസ്പിറേഷൻ എന്നുള്ള പോയിന്റ് തന്നെയാണ് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടായിരുന്നത്. ലൈക്ക് എല്ലാവരും ഏതോ ഒരു പോയിന്റിൽ ഒരു സ്പാർക്ക് കിട്ടേണ്ട ആൾക്കാരാണ്. ലൈക്ക് വി ഓൾ സ്റ്റാർട്ടഡ് വിത്ത് എ സ്പാർക്ക്. എല്ലാവരും ഇതിൽ നിലനിൽക്കുന്നത് ഒരു സ്പാർക്കിൻ്റെ പുറത്ത്. സോ ആ സ്പാർക്ക് മാക്സിമം എത്ര ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത് ഈ പറഞ്ഞ എക്സ്പെർട്സ് ലൈക്ക് ഷഫിളിൽ നമുക്ക് പങ്കെടുത്ത ആൾക്കാർ മെൽവിൻ തമ്പി ആയിക്കോട്ടെ, ഷെറിൻ ഖദീജ ആയിക്കോട്ടെ, സ്റ്റോളൻ ആയിക്കോട്ടെ, ഷമീർ മുഹമ്മദ് ആയിക്കോട്ടെ, എല്ലാവരും അവരുടെ കരിയറിൽ എന്തൊക്കെയോ ഫിഗർ ഔട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. ലൈക്ക് കുറച്ച് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഡെഫിനറ്റ്ലി. പക്ഷെ അവർക്കും നമുക്കുള്ള സ്റ്റോറി ലൈൻ ഏകദേശം സെയിം ആണെന്ന് തോന്നുന്നില്ല. സ്റ്റാർട്ടിങ് പോയിന്റ് ഒക്കെ എല്ലാവർക്കും സെയിം. സോ ആ ഇൻസ്പിറേഷൻ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെന്നെങ്കിലും ഒരു ഇൻസ്പിറേഷൻ സ്പാർക്ക് കിട്ടുകയാണെങ്കിൽ അത് ചാടി പിടിച്ചോ എന്നാണ് ഹംദിന് പറയാനുള്ളത്. കുറച്ചും കൂടി ഒരു ലോങ് ടേം ആണെങ്കിൽ ഹംദ് ആരായിത്തീരണം എന്നാണ് ഹംദിൻ്റെ ആഗ്രഹം. ഞാൻ ആഗ്രഹിച്ചത് ടീച്ചിങ് ആയിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് പ്രയോറിറ്റി ഉള്ള ഡിസൈനിങ് ആണ് ഇപ്പം ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത സാധനത്തിനെ തീരെ അവോയ്ഡ് ചെയ്യണ്ട, അതിനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഡിസൈനിങ്ങിൽ ബെറ്റർ ആവുക, മാസ്റ്റർ ആവുക, ഏറ്റവും പെർഫെക്റ്റ് ആവുക, എന്നിട്ട് ഡിസൈനിങ് എന്നുള്ളൊരു ഫീൽഡ് അത് ടീച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. രണ്ടും പാഷനാണ്, രണ്ടും കൊണ്ടുപോകണം. ഇപ്പം ഡിസൈനിങ്ങിൽ ഫസ്റ്റ് പെർഫെക്റ്റ് ആവുക എന്നുള്ളതാണ് ഇപ്പോൾ തിങ്ക് ചെയ്യുന്നത്. അതിൽ പെർഫെക്റ്റ് ആയതിനു ശേഷം അതിനെ ടീച്ച് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ഗ്രേറ്റ്. അതായത് ടീച്ചിങ്ങും ഡിസൈനിങ്ങും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും പൊട്ടൻഷ്യൽ ഹംദിനുണ്ട്. ഹംദിന് ആ ഒരു ത്വരയുണ്ട്. അതുപോലെ തന്നെ ഹംദിൻ്റെ അഡ്വൈസ് അല്ലെങ്കിൽ ഡിസൈനിൽ ഹംദിന് പറയാനുള്ള സജഷൻസ് കേൾക്കാൻ റെഡി ആയിട്ട് ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ബിക്കോസ് എല്ലാവർക്കും മെൻറ്റർഷിപ്പ് വേണം. എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടാൻ അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കുന്ന പോയിന്റിൽ ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മെൻറ്റേഴ്സിന് ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. നല്ലൊരു ടീച്ചറും അതേപോലെ തന്നെ നല്ലൊരു ഡിസൈനറും ആയിത്തീരാൻ ഹംദിന് പറ്റട്ടെ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.